മനുഷ്യ ചരിത്രത്തിന്റെ താളുകളിലേക്ക് നോക്കിയാൽ ലോകത്തെ മാറ്റിമറിച്ച പല മഹാന്മാരെയും നമുക്ക് കാണാം. എന്നാൽ കഴിഞ്ഞ 2000 വർഷങ്ങളായി ഭൂമിയിലെ കോടിക്കണക്കിന് മനുഷ്യരുടെ ചിന്തകളെയും സംസ്കാരത്തെയും ആത്മീയതയെയും ഒരുപോലെ ഭരിക്കുന്ന ഒരു നാമമുണ്ട്. പാശ്ചാത്യ ലോകം അദ്ദേഹത്തെ ജീസസ് ക്രൈസ്റ്റ് അഥവാ യേശു ക്രിസ്തു എന്ന് വിളിക്കുമ്പോൾ, പൗരസ്ത്യ അറബ് ലോകം അദ്ദേഹത്തെ ഈസ അലൈഹിസ്ലാം അഥവാ ഈസ നബി എന്ന് വിളിക്കുന്നു. ഇന്ന് ലോകത്തുള്ള ആകെ ജനസംഖ്യയുടെ പകുതിയിലധികം വരുന്നത് ക്രൈസ്തവരും മുസ്ലിങ്ങളുമാണ്. ഈ രണ്ട് വിഭാഗത്തിന്റെയും വിശ്വാസങ്ങളുടെ കേന്ദ്ര ബിന്ദുവാണ് ഈ പുണ്യപുരുഷൻ. എന്നാൽ ഇവിടെയാണ് ലോകം കണ്ട ഏറ്റവും വലിയ ആത്മീക ദാർശിക തർക്കം ഉടലെടുക്കുന്നത്. യേശുവും ഈസാ നബിയും ഒരാൾ തന്നെയാണോ? അദ്ദേഹം വെറുമൊരു പ്രവാചകനായിരുന്നോ, അതോ മനുഷ്യരൂപം പൂണ്ട ദൈവമായിരുന്നോ? നൂറ്റാണ്ടുകളായി മനുഷ്യൻ ഉത്തരം തിരയുന്ന ഈ ചോദ്യങ്ങളുടെ ആഴങ്ങളിലേക്കാണ് ചരിത്രത്തിന്റെയും വിശുദ്ധ ഗ്രന്ഥങ്ങളുടെയും വെളിച്ചത്തിൽ നമുക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. പിന്നെ ഒരു കാര്യം, എല്ലാവരും വീഡിയോ കാണുന്നുണ്ട്, പക്ഷേ കുറച്ച് ആൾക്കാർ മാത്രമേ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഈ സ്റ്റോറി കേൾക്കുന്ന എല്ലാവരും എന്നെ ഒന്ന് ഫോളോ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. ആദ്യമായി നമുക്ക് ഇവർ രണ്ടുപേരും ഒരാൾ തന്നെയാണോ എന്ന ചരിത്രപരമായ ചോദ്യം പരിശോധിക്കാം. ശാസ്ത്രപരമായും ഭൂമിശാസ്ത്രപരമായും നോക്കിയാൽ ഇരുവരും ഒരാളാണ് എന്നതിൽ തർക്കമില്ല. റോമൻ സാമ്രാജ്യത്തിന്റെ കീഴിൽ പാലസ്തീനിലെ യഹൂദ പ്രവിശ്യയിൽ ജനിച്ച വ്യക്തിയാണ് അദ്ദേഹം. അന്ന് അവിടെ സംസാരിച്ചിരുന്ന ഭാഷ അരാമിക് ആയിരുന്നു. അരാമിക് ഭാഷയിൽ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ഈശോ അല്ലെങ്കിൽ എബ്രായ ഭാഷയിൽ യേശുവ എന്നായിരുന്നു. ഇതിന്റെ അർത്ഥം ദൈവം രക്ഷയാകുന്നു. ഈ അരാമിക് ഭാഷ ഗ്രീക്ക് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയപ്പോൾ ഇയേയൂസ് ആയി മാറി. പിൽക്കാലത്ത് ഇംഗ്ലീഷ് ഭാഷ ലോകം കീഴടക്കിയപ്പോൾ അത് ജീസസ് ക്രൈസ്റ്റ് എന്ന് രൂപാന്തരപ്പെട്ടു. അതേസമയം അരാമിക് ഭാഷയുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള അറബിക് ഭാഷയിലേക്ക് ഈ പേര് വന്നപ്പോൾ അത് ഈസ എന്നായി മാറി. അതായത് ഒരേ വ്യക്തിയെ തന്നെയാണ് ചരിത്രപരമായ കാരണങ്ങളാൽ നമ്മൾ ഇന്ന് യേശുവെന്നും ഈസ എന്നും വിളിക്കുന്നത്. രണ്ടുപേരുടെയും മാതാവ് മറിയമാണ്. രണ്ടുപേരും വളർന്നത് നസ്രേത്ത് എന്ന ഗ്രാമത്തിലാണ്. അതിനാൽ ചരിത്രത്തിൽ ഇവർ രണ്ടുപേരും ഒരാൾ തന്നെയാണ്. എന്നാൽ വിശ്വാസത്തിൽ ഇവർ എങ്ങനെ വ്യത്യാസപ്പെടുന്നു എന്ന് നോക്കാം. യേശുവിന്റെ അഥവാ ഈസാ നബിയുടെ ജനനം മനുഷ്യയുക്തിക്ക് അപ്പുറത്തുള്ള ഒരു അത്ഭുതമായിരുന്നു. ഇതിൽ ബൈബിളും ഖുറാനും ഒരുപോലെ അത്ഭുതകരമായ സാമ്യം പുലർത്തുന്ന, ഒരു പുരുഷന്റെയും സാമീപ്യമില്ലാതെ കന്യകയായ മറിയത്തിൽ നിന്നാണ് അദ്ദേഹം ജനിച്ചതെന്ന് ഇരു മതങ്ങളും വിശ്വസിക്കുന്നു. ബൈബിളിലെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഗബ്രിയേൽ ദൂതൻ മറിയത്തോട് പറയുന്നു, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേർ വിളിക്കും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ഇതേ സംഭവം ഖുറാനിലെ സൂറത്ത് മറിയം എന്ന അധ്യായത്തിൽ വളരെ മനോഹരമായി വിവരിക്കുന്നുണ്ട്. ജിബ്രീൽ എന്ന മാലാഹ മറിയത്തിന്റെ അടുക്കൽ വന്ന് താനൊരു പരിശുദ്ധനായ ആൺകുട്ടിയെ നൽകാൻ ദൈവത്തിൽ നിന്ന് വന്നതാണെന്ന് പറയുന്നു. അപ്പോൾ അത്ഭുതത്തോടെ മറിയം ചോദിക്കുന്നു, എനിക്കെങ്ങനെ ഒരു കുട്ടിയുണ്ടാകും? യാതൊരു മനുഷ്യനും എന്നെ സ്പർശിച്ചിട്ടില്ല, ഞാനൊരു വ്യഭിചാരിണിയുമല്ല. അതിന് മാലാഹ നൽകുന്ന മറുപടി ഇതാണ്, കാര്യം അങ്ങനെയൊക്കെ തന്നെയാണ്, അത് എനിക്ക് വളരെ എളുപ്പമുള്ള കാര്യമാണെന്ന് നിന്റെ നാഥൻ പറഞ്ഞിരിക്കുന്നു. എന്നാൽ ബാല്യകാലത്തെക്കുറിച്ച് പറയുമ്പോൾ ബൈബിളിൽ ഇല്ലാത്ത ചില അത്ഭുതങ്ങൾ ഖുറാൻ വിവരിക്കുന്നുണ്ട്. മറിയം കുഞ്ഞുമായി ജനങ്ങളുടെ അടുക്കൽ ചെന്നപ്പോൾ വിവാഹം കഴിക്കാതെ പ്രസവിച്ച അവരെ ജനങ്ങൾ കുറ്റപ്പെടുത്തി. അപ്പോൾ മറിയം തൊട്ടിലിലെ കുഞ്ഞിലേക്ക് വിരൽ ചൂണ്ടി. ജനങ്ങൾ അത്ഭുതത്തോടെ ചോദിച്ചു, തൊട്ടിലിൽ കിടക്കുന്ന ഒരു കുഞ്ഞിനോട് ഞങ്ങൾ എങ്ങനെ സംസാരിക്കും? അപ്പോൾ ആ കുഞ്ഞ് അത്ഭുതകരമായി സംസാരിച്ചു, ഞാൻ അല്ലാഹുവിന്റെ ദാസനാകുന്നു, അവൻ എനിക്ക് വേദഗ്രന്ഥം നൽകുകയും എന്നെ പ്രവാചകനാക്കുകയും ചെയ്തിരിക്കുന്നു. ഈ അത്ഭുതം ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് കടക്കാം. യേശു ശരിക്കും ദൈവമാണോ അതോ പ്രവാചകനാണോ? ഒന്നാമതായി നമുക്ക് ക്രൈസ്തവ വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് നോക്കാം. ക്രിസ്തു മതത്തിന്റെ അടിസ്ഥാനം തന്നെ യേശു ക്രിസ്തു വെറുമൊരു പ്രവാചകനല്ല, മറിച്ച് അവൻ സാക്ഷാൽ ദൈവമാണ് എന്നതാണ്. ഇതിനെ മനസ്സിലാക്കാൻ ത്രിത്വം എന്ന സങ്കല്പം അറിയണം. ക്രൈസ്തവ വിശ്വാസമനുസരിച്ച് ദൈവം ഒന്നേ ഉള്ളൂ, എന്നാൽ ദൈവം 3 വ്യക്തികളായി നിലകൊള്ളുന്നു. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം.
ഇതിൽ പുത്രനായ ദൈവമാണ് മനുഷ്യരാശിയുടെ പാപങ്ങൾക്ക് പരിഹാരമായി ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചത്. ഇതാണ് ദൈവത്തിന്റെ അവതാരമെന്ന് അറിയപ്പെടുന്നത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം ഇങ്ങനെ തുടങ്ങുന്നു: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ഉണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഇവിടെ വചനം എന്ന് ഉദ്ദേശിക്കുന്നത് യേശുവിനെയാണ്. യേശുക്രിസ്തു ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ പലപ്പോഴും ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തു. അവൻ പാപങ്ങൾ മോചിപ്പിച്ചു. യഹൂദ നിയമപ്രകാരം പാപം മോചിപ്പിക്കാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ. യേശു പറഞ്ഞു, ഞാനും പിതാവും ഒന്നാകുന്നു, കൂടാതെ എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് അവൻ പ്രഖ്യാപിച്ചു. പ്രകൃതിയെ നിയന്ത്രിക്കാനും കടലിനെ ശാന്തമാക്കാനും മരിച്ച ലാസറിനെ ജീവനോടെ വിളിച്ചിറക്കാനും യേശുവിന് കഴിഞ്ഞത് അവൻ പ്രകൃതിയുടെ നാഥനായ ദൈവമായതുകൊണ്ടാണ് എന്ന് ക്രൈസ്തവർ വിശ്വസിക്കുന്നു. മനുഷ്യൻ ദൈവത്തിലേക്ക് പോകാൻ ശ്രമിച്ചതല്ല, മറിച്ച് ദൈവം മനുഷ്യനെ സ്നേഹിച്ച് മനുഷ്യന്റെ അടുത്തേക്ക് ഇറങ്ങി വന്നതാണ് യേശുക്രിസ്തു എന്നാണ് ക്രൈസ്തവ ദർശനം. എന്നാൽ ഇസ്ലാം മതം യേശുവിനെ നോക്കിക്കാണുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു കോണിലൂടെയാണ്. ഇസ്ലാമിക വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ തൂൺ തൗഹീദ് അഥവാ ഏകദൈവ വിശ്വാസമാണ്. അല്ലാഹുവിന് തുല്യമായി ആരുമില്ല. അവന് സന്താനങ്ങളോ മാതാപിതാക്കളോ ഇല്ല. അതുകൊണ്ട് തന്നെ യേശു ദൈവമാണെന്നോ ദൈവപുത്രനാണെന്നോ ഉള്ള വാദം ഇസ്ലാം കർശനമായി നിഷേധിക്കുന്നു. ഖുറാനിലെ സൂറത്തുൽ മാഇദയിൽ അല്ലാഹു ചോദിക്കുന്നുണ്ട്, മറിയത്തിന്റെ മകൻ മസീഹ് ഒരു പ്രവാചകൻ മാത്രമായിരുന്നു. അദ്ദേഹത്തിന് മുൻപും പല പ്രവാചകന്മാരും കഴിഞ്ഞു പോയിട്ടുണ്ട്. അദ്ദേഹത്തിന് മാതാവ് സത്യവതിയായിരുന്നു. അവർ രണ്ടുപേരും ഭക്ഷണം കഴിക്കുന്നവരുമായിരുന്നു. ഇവിടെ അവർ രണ്ടുപേരും ഭക്ഷണം കഴിക്കുന്നവരായിരുന്നു എന്ന് ഖുറാൻ പ്രത്യേകം എടുത്തു പറയുന്നത് ഭക്ഷണത്തെ ആശ്രയിക്കുന്ന വിശപ്പുള്ള ഒരു മനുഷ്യൻ എങ്ങനെ ദൈവമാകും എന്ന് ചോദിക്കാനാണ്. ഇസ്ലാം അനുസരിച്ച് ഈസാ നബി അല്ലാഹുവിന്റെ 5 പ്രധാനപ്പെട്ട പ്രവാചകന്മാരിൽ ഒരാളാണ്. നൂഹ്, ഇബ്രാഹിം, മൂസ, ഈസ, മുഹമ്മദ് നബി എന്നിവരാണവർ. അപ്പോൾ യേശു ചെയ്ത അത്ഭുതങ്ങളോ? കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയതും മരിച്ചവരെ ജീവിപ്പിച്ചതുമെല്ലാം ഖുറാൻ ശരിവെക്കുന്നുണ്ട്. എന്നാൽ ഖുറാൻ ഓരോ അത്ഭുതത്തിന് ശേഷവും ഒരു വാചകം ചേർക്കുന്നുണ്ട്: ബി ഇദ്നില്ലാഹ്, അതായത് അല്ലാഹുവിന്റെ അനുവാദത്തോടെ. മോശ പ്രവാചകൻ വടികൊണ്ട് കടൽ പിളർത്തിയതും ഈജിപ്തിനെ അത്ഭുതങ്ങൾ കാണിച്ചതും സ്വന്തം ശക്തി കൊണ്ടല്ല, ദൈവത്തിന്റെ ശക്തി കൊണ്ടാണ്. അതുപോലെ തന്നെയാണ് ഈസാ നബിയും ചെയ്തത്, അല്ലാതെ അദ്ദേഹം ദൈവമായതുകൊണ്ടല്ല. കളിമണ്ണ് കൊണ്ട് പക്ഷിയുണ്ടാക്കി അതിലേക്ക് ഊതിയപ്പോൾ അത് പറന്നുപോയ അത്ഭുതവും ഈസാ നബി ദൈവ അനുവാദത്തോടെ ചെയ്തതാണ് എന്നാണ് ഖുറാൻ വ്യക്തമാക്കുന്നത്. ക്രൈസ്തവ വിശ്വാസപ്രകാരം യേശുക്രിസ്തു റോമൻ ഗവർണറായ പോന്തിയോസ് പീലാത്തോസിന്റെ ഉത്തരവോടെ ക്രൂശിക്കപ്പെട്ടു. അവൻ കുരിശിൽ കിടന്ന് രക്തം ചിന്തി മരിച്ചു. ആ മരണം മനുഷ്യവർഗത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടിയുള്ള ബലിയായിരുന്നു. 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റു. ഈ ഉയർത്തെഴുന്നേൽപ്പാണ് ക്രിസ്തു മതത്തിന്റെ അടിസ്ഥാനം. പൗലോസ് ലീഹ ബൈബിളിൽ പറയുന്നു, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വൃദ്ധം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് ശത്രുക്കൾ ഈസാ നബിയെ പിടികൂടാൻ വന്നപ്പോൾ അല്ലാഹു അദ്ദേഹത്തെ ജീവനോടെ ആകാശത്തേക്ക് ഉയർത്തി. റോമാക്കാർ കുരിശിലേറ്റിയത് അദ്ദേഹത്തിന്റെ സാദൃശ്യം നൽകപ്പെട്ട മറ്റൊരാളെയാണ്. ലോക അവസാനത്തിന് മുൻപ് ഈസാ നബി ഭൂമിയിലേക്ക് വീണ്ടും മടങ്ങി വരുമെന്നും അദ്ദേഹം ഒരു മുസ്ലിമായി ജീവിച്ച് മരിക്കുമെന്നും ഇസ്ലാം വിശ്വസിക്കുന്നു. ഇതിൽ കൗതുകകരമായ ഒരു കാര്യം, യേശുവിന്റെ 2ാം വരവ് ക്രൈസ്തവരും മുസ്ലിങ്ങളും ഒരുപോലെ വിശ്വസിക്കുന്നു എന്നാണ്. യേശുവും ഈസാ നബിയും ഒരാൾ തന്നെയാണോ? ചരിത്രത്തിന്റെ താളുകളിൽ അവർ ഒരേ വ്യക്തിയാണ്. ഒരേ മണ്ണിൽ ജീവിച്ച, ഒരേ അമ്മയ്ക്ക് ജനിച്ച, ഒരേ ജനതയോട് സംസാരിച്ച പുണ്യപുരുഷൻ. എന്നാൽ വിശ്വാസത്തിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ അവർ രണ്ടുപേരും 2 സങ്കല്പങ്ങളാണ്. ക്രൈസ്തവർക്ക് അദ്ദേഹം ആരാധിക്കപ്പെടേണ്ട ദൈവവും രക്ഷകനുമാണ്. മുസ്ലിങ്ങൾക്ക് അദ്ദേഹം ആദരിക്കപ്പെടേണ്ട ദൈവദൂതനും പ്രവാചകനുമാണ്. ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ അദ്ദേഹം ലോകത്തിന് നൽകിയ സന്ദേശം ഒന്നായിരുന്നു. അത് സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ, പരസ്പര ബഹുമാനത്തിന്റെ സന്ദേശമായിരുന്നു. ചരിത്രത്തെയും വിശ്വാസങ്ങളെയും വേർതിരിച്ച് മനസ്സിലാക്കിക്കൊണ്ട് പരസ്പരം പോരടിക്കാതെ മാനവികതയോടെ ജീവിക്കാൻ ആ വലിയ ജീവിതങ്ങൾ നമ്മെ പ്രചോദിപ്പിക്കട്ടെ. നമസ്കാരം.